ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ എവിടെയായിരുന്നു 2 ദിവസം ഞാൻ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ കുഞ്ഞിനുമൊത്തൊരു ഷോർട്സിൽ വന്നിട്ട് ഇന്ന് പോയിട്ട് ആൾ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അൻവിക്കുട്ടി അവിടെ എന്തൊക്കെയോ കുറുമ്പത്തരം ഒപ്പിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ആൾ വരും കേട്ടോ. ഞാൻ പാട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അൻവിക്കുട്ടിക്ക് അതിൽ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാനിന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. എടാ കഥ കളിച്ചിട്ട് വന്നേടാ, ചേട്ടൻ്റെ പാട്ട് ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ അത് ഏതെങ്കിലും ഒരാൾക്ക് ഇനി ഇത് ഈ ഒരു ബിസിനസ് ചെയ്യാനിരിക്കുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാലോ. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് അത് പറയാമെന്ന് വിചാരിച്ചത്. ഇവിടെ എത്ര നേരം അങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല, നോക്കാം അല്ലേ. 2 പെടപ്പ് പിള്ളേർ എങ്ങോട്ട് നോക്കുന്നത്? ഇവിടെ നോക്കണം, ഇവിടെ നോക്കിക്കേ, ചിരിച്ചേ. ഈ ചേട്ടൻ എന്തി? അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ ചേച്ചിയുടെ കൂടെയാണ് പോകുന്നത്. ചേച്ചി വരാമെന്ന് പറഞ്ഞു, തലവേദനയാണ്, അമ്മ വരുന്നുണ്ട് കുഞ്ഞിനുമുത്തിനെ അൻവിക്കുട്ടീനെ നോക്കാൻ, അമ്മയും എൻ്റെ ചേച്ചിയുടെ മോള് നന്ദുവും വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുപോലെ തന്നെ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ രണ്ടുകൂടെ പോകാൻ തീരുമാനിച്ചു. ഒരുപാട് എന്താ പറയാ നിരുത്സാഹപ്പെടുത്തലുകളൊക്കെ ഉണ്ടായി. നമ്മൾ 2 പെണ്ണുങ്ങളാണ്, തമിഴ്നാടിന് അങ്ങനെ പോയ കുറച്ച് റിസ്ക് ആണ്. എനിക്കും അറിയായിരുന്നു നല്ല റിസ്ക് ആണ്, നമുക്ക് അറിയില്ലാത്തൊരു നാടാണ്, ബസ് എങ്ങനെ ഒന്നും അറിയില്ല. പക്ഷേ എല്ലാത്തിലും വലുതായിട്ടുണ്ടായിരുന്നത് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോയി. വരുന്ന റിസ്ക് ഒക്കെ നമ്മൾ മാനേജ് ചെയ്യാം എന്നുള്ളൊരു ബലത്തിൽ തന്നെ ഞാൻ പോയിട്ടോ. ആൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് പോയിട്ട് അപ്പോൾ അവിടെ നിന്ന് കളിക്കട്ടെ, ഞാൻ നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമ്മൾ തേനി ബസ്സിനാണ് പോയത്. ഇവിടുന്ന് ഏകദേശം ഒരു 300 കിലോമീറ്റർ അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 300 കിലോമീറ്റർ ഉണ്ടാവില്ല, ഏകദേശം അതിനടുത്തുണ്ട്. അത്ര ലോങ് യാത്രയാണ്. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആളെക്കുറിച്ചായിരുന്നു സത്യത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. എന്നെക്കുറിച്ച് എനിക്ക് അങ്ങനെ യാതൊരു പേടിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഭക്ഷണ സമയങ്ങളോ അല്ലെങ്കിൽ ഉറക്കമോ ഒന്നും എന്നെ ബാധിക്കുന്ന ഒരാളല്ല. കാരണം ഞാൻ എന്താ പറയുക, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലെന്ന് പറയില്ല. ഞാൻ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോകുന്നുണ്ട് കറക്റ്റ് സമയത്ത്. അതായത് ഒരു ദിവസം തന്നെ ഫുഡ് കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം കുടിക്കാതെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് വരാൻ പോകുന്നത് നേരിടണം എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. പക്ഷെ കൂടെയുള്ള ആൾക്ക് നല്ല തലവേദന, കാര്യങ്ങൾ, ക്ഷീണമൊക്കെ വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് പോയപ്പോൾ അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക, വായിലാണ് വഴി ഇരിക്കുന്നതെന്ന് പറയില്ലേ, അതുപോലെ ചോദിച്ച് പോയി. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കിയത് പോലീസുകാരുള്ള സ്ഥലത്ത് തന്നെ നിൽക്കാനാട്ടോ. ആ ഒരു എന്താ പറയുക, നമ്മൾ മലയാളീസിനെ കാണുമ്പം ഇവർക്കൊരു എന്താ പറയുക, നമുക്കൊരു ഫീൽ ചെയ്യും അവർ നമ്മൾ വേറിട്ട അവരുടെ കൂട്ടത്തിൽ ഒരാളല്ല എന്ന് അവർക്ക് ഫീൽ ചെയ്തെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൽ പല തരക്കാരുണ്ടാവുമല്ലോ. അപ്പം എനിക്ക് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരുമായിട്ട് കണക്ഷൻ വെക്കാതിരിക്കുക, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിക്കാതിരിക്കുക. നമുക്ക് നമ്മുടെ ഫോണല്ലേ കയ്യിലിരിക്കുന്നത്, എന്തുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം അല്ലേ. ഞാൻ ഫോണിൽ ബസ്സിൻ്റെ ബോർഡൊക്കെ നമുക്ക് വായിക്കാൻ അറിയില്ലല്ലോ തമിഴ്, ഞാൻ ChatGPT എടുക്കും, എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുക്കും, അതിൻ്റെ ഫോട്ടോ എടുത്ത് അതിലിടും, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കുറേ മനസ്സിലായത്. പിന്നെ ജസ്റ്റ് ഒരു ഹസ്ബൻഡ് വൈഫാണ് നിൽക്കുന്നതല്ലേ, ഒരു പ്രായമുള്ള ഒരാളാണെന്നൊക്കെ തോന്നി കഴിയുമ്പോൾ ജസ്റ്റ് അവരോടൊന്ന് വഴി ചോദിക്കും. എന്നിട്ട് നമ്മൾ മെയിനായിട്ട് അവരുടെ കണ്ടക്ടർ, ഡ്രൈവർ അങ്ങനെയുള്ളവരോടൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും ചോദിച്ച് എന്താണെങ്കിലും ചോദിച്ച് നമ്മൾ സേലം വരെ എത്തി. സേലത്ത് നമ്മളൊരു നെയ്ത്ത് ഗ്രാമത്തിലാണ് കേട്ടോ പോവാൻ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ആ സേലത്ത് നമ്മൾ കറക്റ്റ് 3:30 ആയപ്പോൾ ചെയ്യുന്നു. അതെനിക്കൊരു ടെൻഷനായിരുന്നേ. കാരണം എന്ന് പറഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് 3:30 എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സ്ഥലത്തെയും എവിടത്തെയും മനുഷ്യർ ഉറങ്ങുന്ന സമയമായിരിക്കും അല്ലേ. ഒരു ലാസ്റ്റ് നൈറ്റ് ആവും തോറും ഏകദേശം ഒരു 12-1 മണി വരെയൊക്കെ നിൽക്കുമെന്ന് വയ്ക്കാം. പക്ഷെ ഒരു 3-3:30 ആ ഒരു സമയമൊക്കെ എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയം. അതെനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. എല്ലാ സ്ഥലത്തും നിറച്ച ആളും ബഹളവും ഒക്കെ ആയിട്ട് നമ്മൾ പകലെങ്ങനെ പോകുന്നു അതേ ഫീല് തന്നെ കിട്ടി. പിന്നെ നമുക്ക് അറിവില്ലായ്മ കൊണ്ട് കുറച്ച് അബദ്ധങ്ങളൊക്കെ വന്നു. അത് നമ്മൾ പോകുമ്പോൾ എന്താ പറയുക, കറക്റ്റായിട്ട് ആ ഒരു ഇന്ന സ്ഥലം, ന്യൂ ബസ് സ്റ്റാൻഡ്, ഓൾഡ് ബസ് സ്റ്റാൻഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ഇടവഴിയിലൊക്കെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ചോദിച്ച് അടുത്തിരിക്കുന്ന അതായത് ലേഡീസൊക്കെ ഉണ്ടല്ലോ അവരോടൊക്കെ ചോദിച്ച് നമ്മൾ അവരുടെ ഒപ്പം തന്നെ അവരിതാണ് ഓൾഡ് ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടക്ടറെ അടുത്ത് വീണ്ടും ചോദിച്ച് ഉറപ്പ് വരുത്തി അങ്ങനെയൊക്കെ ഇറങ്ങി നമ്മൾ 3:30 ആയപ്പോൾ ബസ് സ്റ്റാൻഡിൽ ചെന്നു. ചേച്ചിക്കാണ് തീരെ പറ്റില്ലാണ്ടായിട്ടോ. പിന്നെ ആളവിടെ എന്താ പറയുക ബസ് സ്റ്റാൻഡിൽ തന്നെ കിടന്നു. ബെഞ്ചൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു ഇങ്ങനെ മുണ്ടൊക്കെ മൂടിപ്പോച്ച് കിടക്കുന്നതിന്. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു മുണ്ടൊക്കെ എടുത്തിട്ടായിരുന്നു ഇവിടെയും കിടക്കായിരുന്നു, റൂം എടുക്കാന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ അവിടുത്തെ ആ ഒരു കുറച്ച് സമയത്തിന് വേണ്ടി 9 മണിയൊക്കെ ആകുമ്പോൾ ഇവരുടെ ഷോപ്പുകൾ തുറക്കും എന്നറിഞ്ഞു. അപ്പോൾ അത്രയും സമയത്തിന് വേണ്ടിയിട്ട് പരമാവധി ചെലവ് ചുരുക്കുക എന്നുള്ളതായിരുന്നു സത്യത്തിൽ എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചെലവ് ചുരുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരുപാട് ഇത് വരുന്നതെല്ലാം നമുക്ക് ഈ
തുണിയുടെ വിലയിലാണ് ആളുകൾ കയറ്റിയിടുന്നത്. എനിക്ക് തീരെ താല്പര്യമില്ലാട്ട് ഇങ്ങനെ ഒരുപാട് വിലയുള്ള തുണികൾ സെയിൽ ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് ക്വാളിറ്റി വേണം, അതായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് പോയത് തന്നെ. അപ്പം നമ്മൾ അവിടെ ഒരു 3:30 സമയത്ത് ചെന്നിട്ട് നമ്മൾ അവിടെ തങ്ങി. പിന്നെ നമ്മൾ അവിടെയുള്ള എൻക്വയറി ഓഫീസ് ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയുക, പോയിട്ടുള്ളവർക്ക് അറിയാം വലിയൊരു സ്ഥലമാണ് കേട്ടോ. വലിയതെന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡൊക്കെ ഒരുപാട് വലുതാണ്, പല ഏരിയയിലേക്കുള്ളത് പല സ്ഥലങ്ങളിലാണ്. അപ്പം നമ്മൾ എൻക്വയറി ഓഫീസിലൊക്കെ പോയി നോക്കി. അവരൊക്കെ ചോദിച്ചപ്പം ഇപ്പം ബസ്സിൻ്റെ അത് കഴിഞ്ഞിട്ട് ബസ്സിൻ്റെ സമയമൊക്കെ നമ്മൾ അറിഞ്ഞു. എന്നിട്ട് നമ്മൾ ചെന്നിറങ്ങേണ്ട ആവശ്യം ഓട്ടക്കാരൊക്കെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് വിളിയങ്ങ് തുടങ്ങും കേട്ടോ. തമിഴിലാണ് പറയുന്നത്, പക്ഷെ കുറച്ചൊക്കെ നമുക്ക് തമിഴ് അറിയാം. നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ടീ കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു പ്രദേശമുണ്ട്, അവിടെ മുഴുവൻ തന്നെ തമിഴ്ക്കാരാണ് കേട്ടോ. അപ്പം എനിക്ക് തമിഴ് അത്യാവശ്യം കേട്ടാൽ മനസ്സിലാവും, എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ലെങ്കിലും കട്ട തമിഴ് അറിയില്ല, അല്ലാതെ ലോക്കൽ തമിഴൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ പറയുന്ന മലയാളം അവർക്കും മനസ്സിലാവുന്നുണ്ട്, ചിലർക്കൊന്നും മനസ്സിലാവുന്നില്ല, പുരിയില്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ബസ്സിൻ്റെ സമയമൊക്കെ, അതായത് വേറൊരു ഉൾഗ്രാമത്തിലേക്ക് പോകണമായിരുന്നു. അപ്പം നമ്മൾ ഏകദേശം നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന ഒരു കാര്യം ചെയ്താലോ, ഇവിടുത്തെ ടോയ്ലറ്റിനൊക്കെ വൃത്തിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് കുളിച്ച് ഡ്രസ്സ് മാറി പോകാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ കൊണ്ടേ വെക്കണമല്ലോ, നമ്മളിടുന്ന ഡ്രസ്സൊക്കെ ഇടാനുള്ളതൊക്കെ കൊണ്ടേ ബാത്റൂമിലൊക്കെ അവരിങ്ങനെ ആ സ്റ്റാൻഡിലേക്ക് കൊണ്ട് ഇടണമല്ലോ, അതൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഓർത്തു വേണ്ട, എന്നും രാവിലെയും വൈകുന്നേരം കുളിക്കുന്നില്ല. അപ്പം ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യും, കുളിക്കണ്ട, ജസ്റ്റ് പേസ്റ്റൊക്കെ നമുക്ക് എവിടെന്നെങ്കിലും മേടിച്ച് വഴി സൈഡിൽ തന്നെ നിന്ന് പല്ലൊക്കെ തേച്ച് എവിടെയെങ്കിലും കയറി കാപ്പിയൊക്കെ കുടിച്ചിട്ട് നമുക്കെന്നാൽ കടകളിലൊക്കെ കയറാം, കുഴപ്പമില്ല, ഇന്നൊരു ദിവസത്തിന് കുളിക്കണ്ടെന്ന് വെക്കാം. അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് താമസിച്ചാണ് പോകാൻ പറ്റുന്നതെങ്കിൽ എന്താണ് റൂം എടുക്കണം, അപ്പം നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ കയറി. അവിടെ ചില ബസ്സിലൊക്കെ ഫ്രീ ആണ് കേട്ടോ, അതായത് ഒരു ജില്ലക്കകത്ത് ഓടുന്ന ബസ്സിലൊക്കെ ഫ്രീയാ. ലോങ് ആയിട്ടുള്ളതിനൊക്കെ അത്യാവശ്യം ചാർജ് ഉണ്ട്, പക്ഷെ ഒരുപാട് ചാർജ് ഒന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ പോയി അവിടെ ചെന്ന് റോഡ് സൈഡിൽ നിന്ന് പല്ലൊക്കെ തേച്ച് ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. നമ്മൾ 2 ശ്രീലങ്കൻ ലേഡീസിനെ കണ്ടു. അതായത് അവർ ബസ്സിലിരുന്ന് പറയുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ ആ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്, വേറെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നത്, അപ്പോൾ ആ കട കാണണം. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലെന്ന് നിങ്ങൾ ഓർക്കണം, ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പം എൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങളുടെ കൂടത്തിൽ പോരെ, ഞങ്ങൾക്ക് കടയൊക്കെ അറിയാം, അവർക്ക് മലയാളമൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ അവരിങ്ങനെ അവിടുത്തെ പ്രൈസൊക്കെ പറയുകയാണ്, ഇവിടുന്ന് എടുക്കുന്ന ഡ്രസ്സിന് അവരവിടെ കൊണ്ട്, ഇവിടുന്ന് 250 രൂപയ്ക്ക് എടുക്കുന്നതിന് അവരവിടെ കൊണ്ട് 2500 രൂപ ഇടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടോ, ഈശ്വര ഇതെന്താണിത്. അപ്പോൾ അവരുടെ 1 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ഇന്ത്യൻ മണിയുടെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 25,000 രൂപ അത്രത്തോളം ഉണ്ട് എന്നൊക്കെ പറയുകയാണ്. അത് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. അവരിങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വിശ്വസിപ്പിക്കുകയാണ്. അപ്പം ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞു തരാം, നമുക്കൊരു കാര്യം ചെയ്യും, ഇവരുടെ കൂടത്തിൽ തന്നെ അങ്ങ് പോയി ഡ്രസ്സൊക്കെ ഇവർക്ക് അത്യാവശ്യം ബോധമുണ്ടെന്ന് തോന്നുന്നു, നമുക്കൊന്ന് കണ്ടുപിടിക്കുന്നവർ ഇവരുടെ കൂടത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ഒന്നുമില്ല, നമ്മൾ വേറെ നടന്നാണ് കേട്ടോ പോകുന്നത്, അതിങ്ങനെ ഓരോ സ്ഥലങ്ങളാണ്. അപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് തന്നെ എന്താ പറയുക, ആ മുഖമൊക്കെ കഴുകി നമ്മളൊരു ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് എന്തോ കഴിക്കാനൊക്കെ അവർ വാങ്ങിച്ചു. എപ്പോൾ എനിക്കിങ്ങനെ എന്താ പറയുക, നമുക്കൊരു ഡൗട്ട് അടിക്കുമല്ലോ, അവരിങ്ങനെ പതുക്കെ ഊരി വരും നിൽക്കുമ്പോഴോട് എല്ലാം കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അവർ കഴിച്ചു. അവസാനം നമ്മളെ കൊണ്ട് ഒരു ബില്ല് പേ ചെയ്യിച്ചു കേട്ടോ. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി, കാര്യം പറഞ്ഞ ഒരു ചായയുടെ ഒരു കടിയുടെ ഒക്കെ പൈസ ഉണ്ടാവുള്ളൂ, അത് വലിയ കാര്യമില്ല നമ്മളൊരാൾക്ക് എന്താ പറയുക. പക്ഷേ നമ്മളോട് ആളുകൾ ഇടപെടുന്ന രീതി നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ മനസ്സിലാവും അല്ലെ, ഉടായിപ്പാണോ ഇവര് നമ്മളെ വഹിക്കാൻ പോവാണെന്നൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അതായത് ഒരു പരിചയമില്ലാത്ത ആളുകളാണല്ലോ നമ്മള്. അപ്പം അവർ കുടിച്ച ചായയുടെയും അവർ കഴിച്ചതിന്റെയും പൈസ നമ്മളെ കൊണ്ട് കൊടുപ്പിക്കും. നമ്മുടെ മര്യാദയുടെ പ്രതി ഞാൻ ചേച്ചിയോട് പറഞ്ഞാൽ ബില്ലങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞ് ഞാൻ പൈസ എടുത്ത് കൊടുത്ത് അവള് കൊണ്ടേ അത് കൊടുക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കെങ്കിലും ചെയ്യാമായിരുന്നു. ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് മോളെ എത്ര രൂപയായി എന്നെങ്കിലും ചോദിക്കാം. ഞാൻ ഒരിക്കലും അവരെ ഇത് വാങ്ങാൻ പോകുന്നില്ല, കാരണം അത് അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ദൂരം അവരുടെ കൂടത്തിൽ നടന്നു വന്നാണ്, അവർ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഒരിക്കൽ പോലും നമ്മുടെ മനസ്സിൽ തോന്നിയില്ല. പക്ഷെ ഇങ്ങനെ ഞാൻ വിചാരിച്ചു കേട്ടോ. എങ്കിലും ചെറുതായിട്ടൊരു സ്മെല്ല് അടിച്ചോളായിരുന്നു. പിന്നെ നമ്മൾ ഒരു ചേട്ടൻ ഇങ്ങോട്ട് വരികയാണ്, നടന്നു വന്നിട്ട് നമ്മളെയും കൂട്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയി. ഒരു ഷോപ്പ് തുറന്ന് എനിക്ക് തീരെ പിടിച്ചില്ല കേട്ടോ. നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ കറക്റ്റ് ഒരു തമിഴ് ടച്ചുള്ള തുണി നമുക്ക് കിട്ടും. മലയാളീസിന് ഒരു തമിഴ് ടച്ച് പറ്റത്തില്ലല്ലോ, ചിലപ്പോൾ തമിഴ്ക്കാർക്ക് മലയാളി ടച്ചും പറ്റത്തില്ലായിരിക്കും. അത് രണ്ടും നമ്മുടെ ഓരോ ടേസ്റ്റ് അനുസരിച്ചാണല്ലേ. അപ്പോൾ അവരൊരു കടയിലേക്ക് പോയി. അവരവിടെ എനിക്കപ്പം മനസ്സിൽ തോന്നുകയാണ്, ഇവരിങ്ങനെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, നമ്മളെ കൊണ്ട് ഇവിടുന്ന് അവർ ഡ്രസ്സ് എടുപ്പിച്ചിട്ട് അവർക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ അടിച്ച് മാറ്റാനാണ്. അങ്ങനെ ഒരു ചുമ്മാ ഒരു തോന്നൽ തോന്നിയപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യും, ഇവരെ അങ്ങ് വിട്ടുപിടിക്കുക, ഇവരെവിടെ നിന്ന് നോക്കട്ടെ, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരുടെ അടുത്ത് ഊരിപ്പോയി. ആദ്യം അവർ വിടാൻ സമ്മതിക്കുന്നില്ലായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ നമുക്ക് എനിക്ക് എന്തൊക്കെയോ പെട്ടെന്ന് ഇങ്ങനെ കത്തും ചില ആളുകൾ, നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം. ഞങ്ങൾ അവിടുന്ന് ഓടി, ഞങ്ങൾ പല കടകൾ അന്വേഷിച്ചു,
ഒത്തിരി കടയിൽ കയറി. ഒത്തിരി കടയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം പ്രീ ഓർഡർ ഒക്കെ വന്നേക്കുന്ന അതേ ഐറ്റം തന്നെ എനിക്ക് എടുത്ത് കൊടുക്കണമായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ തപ്പി അതിൻ്റെ അകത്ത് ഒരുപാട്, അതായത് ഡീല് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന റീറ്റെയിൽ പ്രൈസിലും കുറച്ചും കൂടി താഴ്ത്തി ഹോൾസെയിൽ പ്രൈസ് ആണെന്ന് പറഞ്ഞ് കൊടുക്കുന്നവരുണ്ട്. അത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമ്മൾക്കിടെ ടേസ്റ്റിലുള്ള ഡ്രസ്സും കണ്ടുപിടിക്കണം, അങ്ങനത്തെ ഷോപ്പും കണ്ടുപിടിക്കണം. അതിന് നമ്മൾ അലയാത്ത, എന്താ പറയുക, ഇനി വേറൊരു സ്ഥലമില്ലെന്ന് പറയാം, അത്ര മാത്രം കടകൾ നമ്മൾ കയറി ഇറങ്ങിയിട്ടോ. പാവം എൻ്റെ ചേച്ചി മടുത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടവും തോന്നി. ഫുഡ് കഴിച്ചിട്ടില്ല, നമ്മളിങ്ങനെ നടക്കുകയാണ്. അവിടെയൊന്നും ഗ്രാമമായത് കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു നാരങ്ങ വെള്ളം മാത്രമാണ് അന്ന് കഴിച്ചത്. പിന്നെ ലാസ്റ്റ് ആയ സമയത്ത് എൻ്റെ ഭഗവാന്റെ പേര് തന്നെയുള്ള കട എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ ആ കടയിൽ പോയി നമുക്ക് പറ്റിയ സാധനങ്ങളെല്ലാം അവിടെ കണ്ടെത്തിയിട്ടോ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറയാം, ഈ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഞാൻ ലൈവ് വരാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറയാം, തുണിയെക്കുറിച്ചും വിലയൊക്കെ. അപ്പൊ ആവശ്യമുള്ളവർ എനിക്ക് അപ്പം തന്നെ ഓർഡർ തരണം. എനിക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ആ ഓർഡർ തരാമല്ലോ. അപ്പൊ എനിക്കത് എന്താ പറയാ, പോസ്റ്റായിട്ട് അയക്കാൻ പറ്റും, സ്പീഡ് പോസ്റ്റായിട്ട് അയക്കാൻ പറ്റും. നിങ്ങൾ എനിക്ക് ജസ്റ്റ് അതിനെക്കുറിച്ച്, ആ തുണിയെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയുകയും ചെയ്യാം. അല്ലാതെ നമ്മൾ ഓരോ ഷോർട്ട് വീഡിയോ വരുന്നത് നിങ്ങൾ കാത്തെല്ലാ ദിവസവും ഇരിക്കണ്ടേ. അപ്പം നമ്മളോട് ഇഷ്ടമുള്ളവരുടെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്. കാരണം നമ്മളോട് ഡ്രസ്സ് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരും ഉണ്ടല്ലോ. അപ്പം ഓണമൊക്കെ അല്ലേ വരുന്നേ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി തരാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, അല്ലാത്ത ഒരു സപ്പോർട്ടും ഒരു ഹെൽപ്പൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ അധ്വാനം കൊണ്ട് എന്താ പറയുക നേടുന്നത് മാത്രം മതി എനിക്കെന്ന് ഞാൻ അത് പറഞ്ഞല്ലോ. പിന്നെ ഞാനിനി പറയാൻ പോകുന്നത്, നമ്മൾ ആ ലാസ്റ്റ് ഷോപ്പ് നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് പരിചയം കഴിഞ്ഞാൽ കുറച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടപെടും കേട്ടോ, ആളുകളോട് ചിരിച്ചൊക്കെ സംസാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുവേ. അല്ലാതെ നമ്മളിങ്ങനെ ഭയങ്കര ജാട എടുത്ത് അതിനുള്ള ആൾ ഞാനില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ജാട എടുക്കാറുമില്ല കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ ആ ഷോപ്പിൽ ചെന്നപ്പോൾ എനിക്കൊരു എന്താ പറയുക ചെറുക്കൻ കൊച്ചിനെ കിട്ടി. എനിക്കിങ്ങനെ ആ ഒരു പ്രായമുള്ള ആമ്പിള്ളേരൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്, ആങ്ങളമാരൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആള് ഞങ്ങളുടെ എന്താ പറയുക പിന്നാലെ ഇങ്ങനെ എല്ലാം പറയുന്നൊക്കെ എടുത്തെടുത്ത് തന്നൊക്കെ കുറേ സമയം നടന്നു. അപ്പം ആ ആള് ഇങ്ങനെ നടന്നു. പിന്നെ ചുറ്റുപാടും എല്ലാവരും തന്നെ ഞങ്ങളുടെ പിന്നാലെ ആയിട്ട്, അവിടുത്തെ സ്റ്റാഫുകളെല്ലാം ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് പോകുന്നുണ്ട്. മലയാളീസൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നേ. അപ്പോൾ പക്ഷേ എന്തോ എനിക്കറിയില്ല, എല്ലാവരും ഞങ്ങളോട് ചേച്ചി ഇതാ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്താൻ തുടങ്ങി. അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് അവരോട് ഇടപെട്ടു. പിന്നെ ലാസ്റ്റ് മുതലാളി വന്നിട്ട് അവരെല്ലാവരും വഴക്ക് പറഞ്ഞിട്ടോ, നമ്മുടെ കൂടെ നടന്നതിനല്ല ബാക്കി കസ്റ്റമേഴ്സ് ഇങ്ങനെ എല്ലാവരും തപ്പി പരതി നടക്കുന്നത് പുള്ളിക്കാരൻ കണ്ടു. അപ്പം നമ്മുടെ കൂട്ടത്തിൽ അത്രയും നേരം നിന്ന് ആ ചെക്കനെ പിന്നെ പെട്ടെന്ന് കാണാതെയായി. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല കേട്ടോ. പിന്നെയാണ് കഥ നടക്കുന്നത്. ഒരു സ്ത്രീ ഒരു ഏകദേശം എൻ്റെയൊക്കെ പ്രായം ഉണ്ടാവും. അവര് ഇങ്ങനെ വല്ലാത്തൊരു എന്താ പറയുക നല്ലൊരു ചിരിയൊക്കെ ആയിട്ട് എൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണ്. എന്നിട്ട് അവരെന്നോട് രഹസ്യത്തിൽ വന്ന് പറയും, നമ്മൾ ഏകദേശം സാരികളൊക്കെ സെറ്റാക്കി നമ്മൾ വിലയിടാന്ന് വെച്ചാൽ നമുക്ക് റേറ്റ് അറിയണമല്ലോ, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന പൈസ അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞു. എല്ലാവരും കൂടി ഇങ്ങനെ വട്ടത്തിൽ തറയിലിരുന്നു. പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് രഹസ്യത്തിൽ പറയുകയാണ്, അതായത് അവളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് എന്നെ ജോയിൻ ചെയ്യിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി ഓൺലൈൻ പർച്ചേസ് ഉണ്ടെന്ന് പറഞ്ഞു. ശരി ഞാൻ ഓർത്തു അത് നമുക്ക് നല്ലതാണ്. കാരണം അമ്മേനെ എപ്പോഴും വിളിച്ച് പിള്ളേരുടെ അടുത്ത് ഇരുത്തിയിട്ട് എനിക്ക് അത്ര ദൂരം പോയി പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല. ഓൺലൈൻ പർച്ചേസ് ഉണ്ടെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവരെത്തിച്ചു തരുമല്ലോ. അപ്പം തന്നെ ഞാൻ ഫോൺ ഇങ്ങനെ എടുത്തു, ലോക്ക് മാറ്റി നമ്പർ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തപ്പോൾ തന്നെ അവരെന്ത് ചെയ്തെന്ന് പറയും, ഇതാണ് നമ്പർ എന്ന് പറഞ്ഞിട്ട് അവരുടെ നമ്പർ അതിലടിച്ച് കോൾ കൊടുത്തു, അങ്ങോട്ടേക്ക് കോൾ കൊടുത്തു. അപ്പോൾ തൊട്ടടുത്ത് നിന്ന് ആൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു പെൺകുട്ടി തന്നെ. അവർ ചോദിച്ചു ചേച്ചിട്ട് നമ്പർ ഇങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പം തന്നെ അവർക്ക് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തപ്പോൾ തന്നെ ആ ഗ്രൂപ്പിൽ എന്നെ ആഡാക്കി. അതിലേക്ക് എനിക്ക് സാരികളുടെ കളക്ഷൻസ് ഒക്കെ അവർ ഇട്ട് തരുന്നുണ്ട്. പക്ഷേ ആ കുട്ടി അങ്ങ് പോയിട്ടോ, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച കുട്ടി പോയി. ഈ സ്ത്രീ എന്നിട്ട് എൻ്റെ അടുത്ത് രഹസ്യത്തിൽ പറഞ്ഞു, എപ്പോഴാണ് പോകുന്നത്, വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ ഇവരെ വാട്സപ്പ് കോൾ വിളിക്കണം, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് കോൾ വിളിക്കണം, അവർക്ക് എന്നോട് രഹസ്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് രഹസ്യമായിട്ട് പറയാനുള്ളത്, ഇപ്പം പറഞ്ഞുകൂടെ, സ്ത്രീയല്ലേ, അപ്പം നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അപ്പം അവർ പറയാണ് വേറെ എന്തോ ഡീല് വെക്കുന്ന കാര്യം. എനിക്ക് ദേഷ്യം വന്നിട്ട്, എനിക്കിങ്ങനെ ആളുകൾ ഈ കറക്കി കുത്തി സംസാരിക്കുന്ന ഇഷ്ടമല്ല, എനിക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയണം. അപ്പം എൻ്റെ ഫേസൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മാറി. അവരുടെ അടുത്ത് ഞാൻ എന്താണ് കാര്യം എന്ന് പറഞ്ഞോളൂ എന്നൊക്കെ പറഞ്ഞ് കുറച്ചിങ്ങനെ അങ്ങനെ സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവർ പെട്ടെന്ന് ട്രിക്ക് മാറ്റി, അതെനിക്കൊരു ഡ്രസ്സിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്, സാരിയൊക്കെ ഇതിലും വില കുറച്ച് തരുന്നൊരു സ്ഥലം എനിക്കറിയാം, അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഞങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് കിലോമീറ്ററുകൾ താണ്ടി ഇവിടെ വന്നിരിക്കുന്നതാണ്, ഞാൻ വീട്ടിൽ ചെന്ന് വൈകുന്നേരം നിങ്ങളെ വിളിച്ച് സംസാരിച്ചിട്ട് ആ ഡ്രസ്സിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഒരു മാനുഫാക്ചർ ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞുകൂടെ, ഞാൻ ആ ഡ്രസ്സ് എടുക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ വന്ന് വെക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവർ മാറി പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി വേറൊരാളെ ഞങ്ങളെ ഏൽപ്പിച്ചു. ആ ചേട്ടൻ നമ്മുടെ തുണിയുടെ ഏതാണ്ട് റേറ്റ് ഒക്കെ കൂട്ടി നമ്മളോട് പറഞ്ഞു. എന്നിട്ട് നമ്മൾ
ചുരിദാർ കളക്ഷൻ ചുരിദാർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് നോക്കാൻ വേണ്ടി പോയി. പക്ഷെ ഞാൻ ചുരിദാർ എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടേസ്റ്റിനുള്ള ഒന്നും ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക, മലയാളീസ് ഉപയോഗിക്കുന്ന തരം ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാനത് എടുത്തില്ല. പക്ഷെ ഞാനത് നോക്കുന്ന സമയത്ത് ഈ സ്ത്രീ വീണ്ടും, അതായത് നമ്മൾ വേറൊരു കെട്ടിടത്തിലാണത്, ഈ സ്ത്രീ വീണ്ടും അവിടെ വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ചേർന്ന് നിന്നിട്ട് വീണ്ടും എന്നോട് പറഞ്ഞു, എന്നെ വിളിക്കാൻ മറക്കരുത്, വിളിക്കേണ്ട അത്യാവശ്യമുണ്ട്, എന്തോ വലിയ കാര്യത്തിനാണെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക, എന്തോ ഒരു ഡൗട്ട് അടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് വെറുതെ, ഇപ്പോഴല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്, അതായത് ഈ ഓരോരോ തരം മാറിയ ആളുകളില്ലേ, ഗേ ലെസ്ബിയൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചുമ്മാ തമാശയ്ക്ക് ചേച്ചിയുടെ അടുത്ത്, ഇയാളെ ഇതിന് വല്ല ഗേയോ ആണോ, ഇത് എന്താ അതെന്നൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ തമ്മി പറയാൻ തുടങ്ങി. പക്ഷേ പിന്നീടായപ്പോൾ ഇവർ ഞങ്ങൾ പോകുന്ന സ്ഥലത്തെല്ലാം വന്ന് നിൽക്കാൻ തുടങ്ങി. ഞങ്ങളെ വാച്ച് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, ഒറ്റയ്ക്കാണോ വന്നത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് വീണ്ടും ഡൗട്ട് അടിച്ചു, ഇതെന്തെങ്കിലും ഇനി വല്ല ഗ്യാം വർക്ക്, ടീം വർക്ക് വല്ല ആണോ, നമ്മൾ 2 സ്ത്രീകൾ തനിച്ചാണ് വന്നതെന്ന് അറിഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ പേടിയാവാൻ തുടങ്ങിയിട്ട്. പേടിയെന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്, അന്യ സംസ്ഥാനം അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, കേട്ടോ നമുക്ക് വേഗം തന്നെ പോയേക്കാം, സാരിയുടെ ബില്ലൊക്കെ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെവിടെ നിന്നാലും ആ സ്ത്രീ നമ്മുടെ അടുത്തേക്ക് നോട്ടം എത്തിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവർ തന്നെ ഓട്ടോ വിളിച്ച് റെഡിയാക്കി തന്നു. ആ ഓട്ടോ വേറെ എന്താ പറയുക, ആ വിളിച്ച ഓട്ടോക്കാരനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചു തരും. നമ്മൾ അതായത് അവരുടെ ഗോഡൗണിലാണ് നമ്മൾ ഈ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി യഥാർത്ഥ ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ഗോഡൗണിൽ നിന്ന് നമ്മൾ ആ ഓട്ടോയ്ക്ക് തന്നെയാണ് തിരിച്ച് ടൗണിലേക്ക് ബസ് കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഓട്ടോക്കാരൻ നമുക്ക് നമ്പർ തന്നിട്ടായിരുന്നു പോയത്. പുള്ളീനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളി വേറെ ഏതോ ഓട്ടം പോയേക്കാം, പകരം ആളെ വിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോള് വന്നിട്ട് കുറേ നേരം ആ കോളിൽ ഞാൻ സംസാരിച്ചാണ്. ഞാൻ സത്യം പറഞ്ഞു വന്നത് എന്താണെന്ന് മറന്നുപോയി. അപ്പം ഞാൻ ആ ഒരു ഭാഗത്ത് നിന്നാണെങ്കിൽ ഞാൻ അതോട്ട് പറയാം കേട്ടോ. എനിക്കറിയില്ല ഞാൻ എന്താണ് പറഞ്ഞു നിർത്തിയതെന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ ഇടയ്ക്ക് വിളിച്ചു, വേറൊരാൾ വിളിച്ചു നമ്മളെ, അക്ക എവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് കട്ട തമിഴ് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ഞാൻ തൊട്ടടുത്ത് നിന്ന് ആളോട് ഇങ്ങനെ ഫോൺ കൊടുത്തിട്ട്, അത് മലയാളീസ് തന്നെയായിരുന്നേ. അപ്പോൾ ആ പുള്ളിക്കാരി നന്നായിട്ട് തമിഴ് സംസാരിക്കുന്നത്. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഈ ജംഗ്ഷൻ എന്ന് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം ജംഗ്ഷനാണ് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം ആ മറ്റേ പുള്ളിക്കാരി ഇങ്ങനെ ഈ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ഇങ്ങോട്ടേക്ക് ആൾ വന്നു. ഞങ്ങൾ ആ ഓട്ടോയിൽ കയറി. അതായത് നമ്മൾ പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ലഗേജിന്റെ പൈസ എല്ലാവരും വാങ്ങിക്കും. 3 കവറോളം ഉണ്ടായിരുന്നു. അത് തൂക്കി പിടിച്ച് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് തന്നെയാണ് കേട്ടോ മെയിൻ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത്. 600 രൂപയോളം ഓട്ടോക്കൂലി വാങ്ങിച്ചു. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ കോള് വന്നുകൊണ്ടേയിരിക്കാം മറ്റേ ആളുടെ നമ്പറിൽ നിന്ന്, മുരുകൻ എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കതിങ്ങനെ കോൾ എടുക്കാൻ പേടി. ഇതിനി ഒരു ടീം വർക്കാണോ എന്ന് അറിയില്ല. നമ്മളുടെ ഒരു മൈൻഡ് അങ്ങനെയാണ്, മനുഷ്യരങ്ങനെയാണല്ലേ, എല്ലാം തലതിരിച്ചേ ചിന്തിക്കുള്ളൂ എന്തെങ്കിലും തലയിൽ കയറി കഴിഞ്ഞാൽ. അപ്പം ഞാൻ കോൾ എടുത്തില്ല. ചേച്ചിയോട് ഞാൻ പറഞ്ഞു, അവർ വിളിക്കുന്നു, അയാളെ വിളിച്ചോണ്ടേയിരിക്കുന്നു കേട്ടോ. ആദ്യത്തെ ഓട്ടോ ഡ്രൈവർ, അതായത് വേറെ ആളെ ഏർപ്പെടുത്തി വിട്ടല്ലോ. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വിളി സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ തന്നെ നിങ്ങൾ എവിടെ എത്തി അങ്ങനെയൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് മറ്റേ ഡ്രൈവറുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, മറ്റേ ഡ്രൈവറോട് പറയുകയാണ് വഴി തിരിച്ചുവിടുക. അതേ സമയത്ത് ചേച്ചി ഗൂഗിളിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ മാപ്പ് ഇട്ടു, ഈ ഓട്ടോ കറക്റ്റ് വഴി കൂടെയാണോ പോകുന്നത് എന്നറിയാൻ വേണ്ടി മാപ്പ് അവിടെ ഇട്ടിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഫോണൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങൾ ഇന്ന സ്ഥലത്തെത്തി, വെറുതെ ആക്റ്റീവാണ്, അപ്പം ഇന്ന സ്ഥലത്തെത്തി എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്, ഓട്ടോയ്ക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളി പറഞ്ഞു, ആ ഓട്ടോക്കാരൻ്റെ കൊടുക്കാനൊക്കെ പറയുന്നു. അപ്പം എനിക്ക് പേടിയായിട്ടോ. ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച്, ഈശ്വര ഈ ഓട്ടോ വഴി തിരിച്ചുവിടാൻ പറയണേ. എന്നിട്ട് നമ്മൾ ഈ അവയവദാനക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണോ എനിക്കറിയില്ല. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് എയറോപ്ലെയിൻ മോഡിലിട്ടു കേട്ടോ. അപ്പം പിന്നെ പുള്ളി വിളിക്കുമ്പോൾ കിട്ടത്തില്ലല്ലോ. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, നീ എന്തിനാ കോൾ എടുക്കാൻ പോയി എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് എന്നെ ഈ പുള്ളി ഉണ്ടെന്ന് അവിടെ നമ്മളെ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടു. ചേച്ചി പറയുന്നുണ്ട്, ഇതാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ സ്റ്റാൻഡാണ്. ഞാൻ പറയുന്നുണ്ട്, ഇത് സ്റ്റാൻഡല്ല, ഇത് വേറെ സ്ഥലമാണ്, ഇത് റെയിൽവേ സ്റ്റേഷനാണെന്ന് പറയുന്നുണ്ട്. ആ ഓട്ടോക്കാരൻ അത് ഞാൻ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടെ, ആളെ ഒന്ന് തിരിച്ചു വിളിക്കട്ടോ, ആളിങ്ങനെ ഓട്ടോയിൽ വെച്ച് വിളിച്ചായിരുന്നു പറഞ്ഞു. ഈ ആള് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവിട്ട ആളെ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർ ഈ തമിഴിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് മറ്റേ പുള്ളി ഓട്ടോ എടുത്തിട്ട് പോയി. അപ്പോൾ ഈ എന്നാ പറയുന്നത്, നമ്മൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയ ആളുകളോട്, ബസ് സ്റ്റാൻഡ് നിർത്തി ചെന്നിറങ്ങിയ ആളുകളോട് ചോദിച്ചു, ഈ കവറും തൂക്കി പിടിച്ചാണ് ഈ നടക്കുന്നതെന്ന് ഓർമ്മ വേണം. അതിനിടയ്ക്ക് നമ്മൾ ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് അവർ പറയുന്നത് കേൾക്കാതെ നമ്മൾ വേറൊരു സ്ഥലം ന്യൂ ബസ് സ്റ്റാൻഡ് ആണോ എന്ന് ആളോട് ചോദിച്ചപ്പോൾ, അയ്യോ ന്യൂ ബസ് സ്റ്റാൻഡ് കുറേ അപ്പുറത്ത്, ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞ് അവിടെ ഇറങ്ങി ഓട്ടോക്കാരോട് ഓട്ടോ കൂലി ചോദിക്കുമ്പോൾ 200 രൂപ താഴെ ആരും പറയുന്നില്ല.
പറയുന്നില്ല, 150-200. അതായത് ഒരു തൊട്ടടുത്ത സ്റ്റോപ്പിലോട്ട് എത്താൻ അവർ 150-200 രൂപയാണ് ചോദിക്കുന്നത്. അപ്പം ഫ്രീ ബസ്സാണ് ടൗൺ ടു ടൗൺ. അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഈ ട്രാഫിക് ബ്ലോക്ക് കടന്ന് വലിയ ഒരു എന്താ പറയുക സിഗ്നലിലൂടെ പാസ് ചെയ്ത് പോകണം. ഈ കവറും തൂക്കി പിടിച്ചാണ് നമ്മൾ ഈ ഓട്ടം മുഴുവൻ കേട്ടോ. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ എന്താ പറയുക, ഞാൻ എത്രമാത്രം എഫേർട്ട് എടുത്ത് ചേച്ചിയും പിടിച്ചു കേട്ടോ. എന്നാലും അവർക്ക് പറ്റില്ലാത്തതുകൊണ്ട് കൂടുതൽ സമയം ഞാൻ തന്നെയാണ് അത് എടുത്തിട്ട് നീ പുറകെ ഓടിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഓടുന്നത്. അപ്പം നമ്മൾ ആ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ ചെന്ന് ഇവിടെ ചെന്ന് അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് പോയതല്ല. പക്ഷെ എനിക്ക് ഇപ്പം വഴി അറിയാം കേട്ടോ, എന്ത് ചെയ്യരുതെന്നും എന്ത് ചെയ്യണമെന്നും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പം നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിലേക്ക് പിന്നീട് നമ്മൾ വീണ്ടും അവിടുന്ന് ബസ് കയറി തന്നെ സ്റ്റാൻഡിലേക്ക് വന്നു. ബസ്സിലിരുന്നപ്പോഴാണ് ഇങ്ങനെ ആലോചിക്കുന്നത്, ഈ ഓട്ടോക്കാരൻ വിളിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്തത്തോടു കൂടി വിളിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അയാൾ കൊണ്ടുവിട്ട ആൾക്കാരെ തിരിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവിട്ടോന്നറിയാം. അതായത് ആദ്യം വന്ന രണ്ടാമത്തെ ഓട്ടോക്കാരൻ കോൾ ചെയ്ത് ജംഗ്ഷനിൽ ചോദിച്ചത് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആള് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ കൊണ്ടുവിട്ടു. എനിക്കിത് എൻ്റെ ആ ഒരു എന്താ പറയുക, ആ തലയിൽ കയറി ആ ഒരു മുന്നേ ഒരു സ്ത്രീയുടെ ആ ഒരു കാര്യം പറഞ്ഞല്ലോ, അതും എല്ലാം കൂടി കൂട്ടി ചിന്തിച്ചുകൊണ്ടാണ് ഇത്രയും അബദ്ധങ്ങളൊക്കെ പറ്റിയത്. അതിൽ നല്ല മനുഷ്യരും ഉണ്ടായിരിക്കും, കെട്ട മനുഷ്യരും ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അടുത്തൊരു സ്ഥലത്ത് എല്ലാവരെയും സംശയദൃഷ്ടിയോടെ നോക്കിക്കൊള്ളുക. ഓരോ മനുഷ്യനെ പോലും കണ്ണടച്ച് വിശ്വസിക്കാം. ആരെയാണെന്നറിയോ? റോഡ് സൈഡിൽ നാരങ്ങ വെള്ളം വിൽക്കുന്ന ചേട്ടന്മാര്, അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടല്ലോ, അവരോട് നമ്മൾ വഴിയൊക്കെ ചോദിക്കുക. അല്ലാതെ ഇങ്ങനെ ഓട്ടോക്കാരോടും വഴി നമുക്ക് അറിയില്ലാത്ത രീതിയിലൊക്കെ ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല കേട്ടോ. ഞാനെങ്ങനെയാണ് ചെയ്യുന്നത്, മറ്റേ നാരങ്ങ വെള്ളം വിൽക്കുന്നവരോടും സംഭാരം വിൽക്കുന്നവരോടും പ്രായമുള്ള അക്കമാരും പൂ വിൽക്കുന്ന അക്കമാരൊക്കെ ഉണ്ടാവുമല്ലോ, അക്ക അങ്ങോട്ടേക്ക് പോകുന്നത് എങ്ങനെ, ഇങ്ങോട്ടേക്ക് പോകുന്നതിന് ഇന്ന ബസ് എവിടെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നിൽക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് ബസ്സായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇങ്ങോട്ടേക്ക് അടുക്കും തോറും ബസ്സുകളുടെ എന്താ പറയുക ലഭ്യത ഭയങ്കര കുറവാണ്. നമ്മൾ ഈ സ്റ്റാൻഡിൽ ഈ ഇരുട്ടത്ത് നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ പോലീസുകാരെല്ലായിടത്തും ഇറങ്ങാൻ നോക്കുക. എന്നിട്ട് നമ്മൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക, എപ്പോഴും അപകടം വരാൻ പോകുന്നു എന്ന് ചിന്തയോടുകൂടി ഇരിക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ എത്ര കിലോമീറ്റർ താണ്ടിയാണ് പോയിട്ട് തിരിച്ചു വന്നതെന്ന്. ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിച്ചില്ല, നനച്ചില്ല, അലക്കില്ല എന്ന് പറയുന്നത് അതേപോലെയാണ് കേട്ടോ. വീട്ടിൽ വന്ന് ടയേർഡായി എന്ന് പറഞ്ഞാൽ അതൊന്നും പറയാതിരിക്കുക വേദം. അപ്പം എന്താ പറയുക, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ബുദ്ധിമുട്ടി അതിനിടയ്ക്ക് മക്കളും നല്ല രീതിയിൽ കുഞ്ഞിനുകൂടനില്ലാട്ടോ. കുഞ്ഞിനുകൂടനെ ഒരൊറ്റ സഹായം കൊണ്ടാണ് എനിക്കിത് പോകാൻ പറ്റിയത്. അൻവിക്കുട്ടി എന്താ പറയുക കുറച്ച് കാലം ഉണ്ടാക്കി, പിന്നെ അനിയത്തിയുടെ അടുത്ത് അവളാണ് കുറേ സമയം നോക്കിയതൊക്കെ. കുഴപ്പമില്ല, മക്കളുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഇവിടെ ആളുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ എന്നാലും അവർ കുറച്ചൊക്കെ എന്താ പറയുക കുഞ്ഞിനൊക്കെയാണെങ്കിലും ചിലപ്പോൾ അവന് സങ്കടം ഉണ്ടാവില്ല, അമ്മയിൽ എപ്പോഴും നോക്കുന്നത്. പക്ഷെ കുഞ്ഞിന് ഭയങ്കര ഡീസൻ്റ് ആണെന്ന് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. കാരണം എത്രയോ അമ്മമാരുണ്ടല്ലേ എൻ്റെ മക്കളെ വിട്ട് പിരിഞ്ഞ് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ളവർ. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്താ പറയുക കുഞ്ഞിന് മൊത്തം നല്ല ഡീസൻ്റ് തന്നെയാണ് അല്ലേ. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പോയ വിശേഷങ്ങൾ. അത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ പറയുക സപ്പോർട്ടും സഹകരണമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. പിന്നെ ലൈവ് ഇന്ന് ഇടാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇടും. പിന്നെ ഷോർട്സ് ആയിട്ട് ഡ്രസ്സുകളൊക്കെ കാണിക്കാം. കുഞ്ഞിനുമുത്തിൻ്റെ വിശേഷങ്ങൾ ആ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ.